മണ്ഡലകാലത്തിൻ്റെ വ്രതപുണ്യം അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം കൂടി ശരണത്തിൻ്റെ വഴികളിലൂടെ സഞ്ചാരം. ഈ യാത്ര ഈ മണ്ഡലകാലത്തിൻ്റെ മാത്രം പുതുമയാണ്. വനം തേടി മല കയറി ഈശ്വരനെ കാണുവാനുള്ള യാത്രയ്ക്ക് ഒത്തുചേരുകയാണ് നാം എല്ലാവരും. അയ്യപ്പ ഭക്തർ അങ്ങനെ ഒത്തുചേരുമ്പോൾ അവിടെ മല കയറുവാൻ പാടില്ലാത്തവർ മനസ്സുകൊണ്ട് അയ്യപ്പനെ കാണുന്നു, മനസ്സുകൊണ്ട് ആ മലകയറ്റം നടത്തുന്നു. കാട്, അതാണ് അയ്യപ്പൻ എന്ന സങ്കല്പത്തെ, ധർമ്മശാസ്താവ് എന്ന വിശ്വാസത്തെ ഏറ്റവും ശ്രേഷ്ഠതരമാക്കുന്നത്. വനശാസ്താവ് എന്ന സങ്കല്പത്തിലാണ് ഭഗവാൻ എല്ലാ ക്ഷേത്രഭൂമികളിലും, ഒട്ടുമിക്ക ക്ഷേത്രഭൂമികളിലും കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ വനം നൽകുന്ന വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് നാം. ഈ വനം കാണുമ്പോൾ, ഈ വനത്തിൻ്റെ ആകെ ഒരു ഭാവം കാണുമ്പോൾ ഈ ദേശത്തിന് എന്ത് പേര് നൽകാനാകും? ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാൻ പറ്റും. ഈ ഹരിത നിറം, പച്ച നിറം, ഈ ദേശത്തിന്റെ പേരും അത് തന്നെ, പച്ച. തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടിച്ചൊരു 36 കിലോമീറ്ററോളം അകലെയാണ് നാം ഉള്ളത്. അതായത് പാലോട് നന്ദിയോട് എന്ന ഗ്രാമത്തിൽ. വളരെ മനോഹരമായ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഇത്. ഈ ഗ്രാമപ്പൂവിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയ്യപ്പ സാന്നിധ്യമുള്ള, ധർമ്മശാസ്ത്ര സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രഭൂമിയുണ്ട്. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കാടിന്റെ വഴികൾ ഒടുവിൽ നമ്മേത വീണ്ടും പച്ചപ്പാർന്നൊരു കാഴ്ചയിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. പച്ച എന്ന ഈ ഗ്രാമത്തിന്റെ വിശാലമായ ഭൂമി നാം തേടിയെത്തിയിരിക്കുന്നു. ഒരു അന്വേഷണ യാത്രയാണ് യഥാർത്ഥത്തിൽ തീർത്ഥയാത്ര. തീർത്ഥയാത്രകളിലെല്ലാം നാം അന്വേഷിക്കുന്നത് ഈശ്വരനെയാണ് എങ്കിലും കണ്ടെത്തുന്നത് അവനവനെ തന്നെയാണ്. അവിടെയാണ് നാം മനസ്സിലാക്കുക നമുക്ക് മുന്നിൽ പിടിച്ച കണ്ണാടിയാണ് നമ്മുടെ ഈശ്വര വിശ്വാസമെന്ന്. അവിടെ തെളിയുന്ന നന്മ തിന്മയുടെ യുദ്ധങ്ങളാണ് ഓരോ യുദ്ധഭൂമിയായി, കുരുക്ഷേത്ര യുദ്ധമായും ഒക്കെ മാറിയത് എന്ന്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ യുദ്ധത്തിൽ ഒടുവിൽ നന്മയ്ക്ക് വിജയം ലഭിക്കുന്ന അവസ്ഥ തന്നെ നമ്മുടെ മനസ്സിനുമുണ്ടാകുന്നു. നന്മയ്ക്ക് വിജയം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ പരമാനന്ദം, ശാന്തി. ആനന്ദപുരമാണ് ഈ ദേശം. അതായത് തിരുവനന്തപുരത്തിന്റെ ഭാഗം തന്നെയാണ് നാം ഈ കാണുന്ന കാഴ്ചകൾ. തിരുവാനന്തപുരമായിരുന്ന കാലത്ത്, മുഗളന്മാർ പടനയിച്ചിരുന്ന കാലത്തുമൊക്കെ ചരിത്ര പ്രാധാന്യമുള്ള ദേശമാണ് പച്ച. പച്ചയിൽ ഇപ്പോൾ നാം വന്നിരിക്കുന്ന ഗ്രാമജീവിത സ്പന്ദനം നന്നായി കാണുവാനാകുന്ന കാഴ്ചകൾക്കൊപ്പം അങ്ങകലെയായി ഉയർന്നു നിൽക്കുന്ന ഒരു ചെറു ക്ഷേത്രഭൂമി കാണും. അതാണ് നാം തേടി വന്ന പച്ചയിലെ നന്ദിയോട് ധർമ്മശാസ്ത്ര ക്ഷേത്രം. മരങ്ങൾക്ക് നടുവിലൂടെ, കാടുകൾക്ക് നടുവിലൂടെ കാനനവാസനായ അയ്യപ്പ ചൈതന്യത്തെ അറിയുവാൻ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമിയിൽ എത്തി നിൽക്കുമ്പോൾ ധർമ്മശാസ്താവ്, മണികണ്ഠൻ, അയ്യപ്പൻ എന്നിങ്ങനെ പല നാമങ്ങളിൽ, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിലുള്ള ഈശ്വര സാക്ഷാത്കാരത്തെക്കുറിച്ച് നാം സംസാരിക്കുകയുണ്ടായി. അതിൽ തന്നെ അശ്വാരൂഢനായ അയ്യപ്പ ഭാവം മണികണ്ഠൻ തന്നെയാണ് എന്ന് നമ്മുടെ വിശ്വാസങ്ങൾ പറഞ്ഞു തരുന്നു. അശ്വാരൂഢനാകുമ്പോൾ അതിലൊരു പോരാളിയുടെ, അല്ലെങ്കിൽ ഒരു വലിയ സംഘത്തിനെ മുഴുവനും കാത്തുരക്ഷിക്കുവാൻ ചുമതലയുള്ള ഒരാളുടെ വീരാളിയായ ഒരു ഈശ്വര സങ്കല്പത്തിന്റെ ഭാവമാണ് വരുന്നത്. അയ്യപ്പൻ പാട്ടൊക്കെ പാടുമ്പോഴും അതുപോലെ തന്നെ അങ്ങനെ കളം വരയ്ക്കുമ്പോഴും ഒക്കെയാണ് അശ്വാരൂഢനായ അയ്യപ്പനെ സാധാരണ വരയ്ക്കാറുള്ളത്. പാലോട് ധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമിയിൽ എത്തിയപ്പോൾ തന്നെ അശ്വാരൂഢനായ മണികണ്ഠ ഭാവത്തെയാണ് നാം കാണുന്നത്. കേരളീയമായ സങ്കല്പം, കേരളീയമായ ഐതിഹ്യം, തികച്ചും മലയാളികളുടേതായ ദൈവമാണ് അയ്യപ്പൻ. ആ ഭാവത്തെ അശ്വാരൂഢനായി കണ്ടുകൊണ്ട്, അശ്വത്തിന് മേലേറി നിൽക്കുന്ന വീരഭാവത്തിൽ കണ്ടുകൊണ്ട് ക്ഷേത്ര കാഴ്ചകളിലേക്ക്. വൃശ്ചിക മാസത്തിന്റെ ആഘോഷങ്ങളിലാണ് ഓരോ ക്ഷേത്രഭൂമികളും. അതിൽ തന്നെ പ്രത്യേകിച്ച് അയ്യപ്പ സാന്നിധ്യമുള്ള ക്ഷേത്രഭൂമികൾ കുരുത്തോലകളാൽ അലങ്കൃതമായിരിക്കുന്നു. ഒരു കാനനത്തിന് നടുവിലുള്ള ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ വസ്തുക്കളിൽ ഒരുങ്ങിയിരിക്കുന്ന കാഴ്ചകളും കൗതുകങ്ങളും കണ്ടുകൊണ്ടാണ് നാം ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമിയിലേക്ക് എത്തുന്നത്. അയ്യപ്പനെ കുറിച്ച്, അല്ലെങ്കിൽ ശാസ്താവ് എന്ന സങ്കല്പത്തിനെ കുറിച്ച് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് ശ്രീ ഭൂതനാഥ സർവസ്വം. അതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, അതായത് അയ്യപ്പനും ശാസ്താവും പരശുരാമനുമായി
ഒരു സംവാദം നടന്നിട്ടുണ്ട് എന്നാണ്. സംവാദം എന്നല്ല, അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, പരശുരാമൻ ആവശ്യപ്പെടുകയാണ്, ഈ കേരളഭൂമി, ഞാൻ സൃഷ്ടിച്ച കേരളഭൂമിയുടെ നന്മയ്ക്കായി ഞാൻ 18 ക്ഷേത്രങ്ങളോളം സ്ഥാപിക്കുന്നുണ്ട് എന്നും അവിടെ അങ്ങ് വന്ന് ചൈതന്യമായി നിലകൊള്ളണമെന്നും അപേക്ഷിക്കുന്നതായാണ് അതിൽ പരാമർശിക്കുന്നത്. ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പരശുരാമ പ്രതിഷ്ഠിതമായ 18 പ്രധാന ക്ഷേത്രങ്ങൾ, ശാസ്താക്ഷേത്രങ്ങൾ ഉണ്ട് എന്നാണ് പൊതുവെ പുരാണങ്ങൾ പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ക്ഷേത്രങ്ങൾ, ആ 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പച്ചയിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു. പച്ചയിൽ നെടുമ്പറമ്പ് ധർമ്മശാസ്താ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പൂർണ്ണനാമം. സുഖം ദുഃഖം, ജയം പരാജയം, ഇരുട്ട് വെളിച്ചം, നന്മ തിന്മ. പലപ്പോഴും എന്തൊക്കെ പറയുമ്പോഴും, എന്തൊക്കെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ പറയുമ്പോഴും ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഈ 2 വശങ്ങളെയായിരിക്കും നാം അറിഞ്ഞോ അറിയാതെയോ പരാമർശിക്കുന്നത്. ഇവിടെ ഇതാ ഈ ക്ഷേത്രഭൂമിയിൽ, പച്ചയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ പ്രവേശന കവാടത്തിൽ തന്നെ, അതായത് ബലി മണ്ഡപത്തിലേക്ക് കടക്കുന്ന ആ പടവിന്റെ ഇരുവശങ്ങളിലുമായി നാം കാണുന്നത് 2 രൂപങ്ങളാണ്, ദ്വാരപാലക രൂപങ്ങൾ. എന്നാൽ ദ്വാരപാലക രൂപങ്ങൾ ഇരുവരും നിറത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഇത്തരത്തിലൊരു സൂചന നൽകുന്നു. ജീവിതത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ് സുഖവും ദുഃഖവും എന്നതും ഇരുട്ടും വെളിച്ചവും എന്നതും ഒന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ബലിക്കൽ പുരയിൽ എത്തുന്നത്. ബലിക്കൽ പുരയിൽ എത്തുമ്പോൾ നാം കാണുന്നത് ചെറിയൊരു ബലിക്കല്ലാണ്. അന്നേ ചെറിയൊരു ബലിക്കല്ല്, കാലപ്പഴക്കത്തിന്റെ ചെറിയ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ബലിക്കൽ പുര പുതിയ കാലത്തിന്റെ സംഭാവനയാണ്, വളരെ അടുത്ത കാലത്ത് പണികഴിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് അതിന്റെ കെട്ടുമട്ടും സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശില്പാലങ്കൃതമായ അവസ്ഥകളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ബലിക്കൽ പുരയെ കുറിച്ച് നാം കൂടുതലൊന്നും പറയാതെ മുന്നോട്ട് സഞ്ചരിച്ച് ക്ഷേത്രഭൂമിയിലേക്ക് എത്തുകയാണ്. ബലിക്കൽപുരയും ചുറ്റമ്പലവും പുതുകാല നിർമ്മിതിയാണ് എന്ന് പറയുമ്പോൾ നമസ്കാര മണ്ഡപവും അതങ്ങനെ തന്നെയെന്ന് നാം മനസ്സിലാക്കുന്നു. 4 തൂണുകളും ഒത്ത മധ്യത്തിലായി പത്മം കൊണ്ട് അലങ്കൃതമായ മേലാപ്പുമായാണ് ഈ നമസ്കാര മണ്ഡപമുള്ളത്. നമസ്കാര മണ്ഡപത്തിന്റെ ഒത്ത മധ്യത്തിൽ നമുക്ക് ഗജരൂപം കാണാം. ഗജത്തിന് പുറത്ത് ഏറിയ ഭാവത്തിലും ശാസ്താവുണ്ട്. ശാസ്താവിന്റെ വാഹനമായി ആനയെ സങ്കല്പിക്കുന്നുമുണ്ട്. ഈ സങ്കല്പങ്ങളെല്ലാം പറയുമ്പോൾ എല്ലാം ചെറിയ കാഴ്ചകളാണ്, അല്ലെങ്കിൽ ചെറിയ ക്ഷേത്രഭൂമിയുടെ കാഴ്ചകളാണ് എന്ന് കാണുമ്പോൾ വിശ്വാസത്തിൽ വളരെ ശ്രേഷ്ഠതരമായ സ്ഥാനം ഈ ക്ഷേത്രഭൂമിക്കുണ്ട്. അതെന്ത് എന്നല്ലേ, ഈ ഒരു 5 ക്ഷേത്രങ്ങൾ പ്രധാനമാണ്, പരശുരാമ പ്രതിഷ്ഠിതമായ 5 ക്ഷേത്രങ്ങൾ പ്രധാനമാണെന്ന് പറഞ്ഞുള്ളൂ. അതിൽ അച്ഛൻ കോവിൽ, കുളത്തൂപ്പുഴ, അത് കഴിഞ്ഞ് ആര്യങ്കാവ്, പിന്നെ ശബരിമലയിലെ പ്രധാന ക്ഷേത്രം, അതിനോടൊപ്പം 5ാമത് നിൽക്കുന്ന ക്ഷേത്രമാണ് പച്ചയിൽ ഈ ധർമ്മശാസ്താ ക്ഷേത്രം. എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങൾ, 5 ക്ഷേത്രങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് നോക്കുക. വായുമാർഗം നോക്കുകയാണ് എങ്കിൽ തുല്യ അകലത്തിലാണ് ഈ ക്ഷേത്രഭൂമികൾ. അതായത് ഇവിടെ നിന്ന് കൃത്യം 18 മൈൽ അകലെയാണ് കുളത്തൂപ്പുഴ ക്ഷേത്രമുള്ളത്. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യ പാദുകം ഹരിവിവർദ്ധനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. അവിടെ നിന്ന് 18 മൈൽ അകലെയായി ആര്യങ്കാവ് ക്ഷേത്രം. പ്രണയ സത്യകം സ്വാമി പ്രാണനായകം പ്രണതകൽപകം സ്വാമി സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം സ്വാമി കീർത്തനപ്രിയം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. അവിടെ നിന്ന് വീണ്ടും അച്ഛൻ കോവിൽ. പറന്നു പോം പതംഗമാമി ജീവനിൽ പാപമുക്തിയേകും ജന്മസുകൃതമായി പറന്നു പോം പതംഗമാമി ജീവനിൽ പാപമുക്തിയേകും ജന്മസുകൃതമായി ധരിത്രി ധന്യമാകുമി പവിത്ര ജ്യോതി സത്യമേ ത്രിനേത്രനം ജനാർദ്ദനം നിറഞ്ഞ തത്വദീപമേ ധരിത്രി ധന്യമാകുമി പവിത്ര ജ്യോതി സത്യമേ ത്രിനേത്രനം ജനാർദ്ദനം നിറഞ്ഞ തത്വദീപമേ പ്രപഞ്ചമൻ പ്രകാശമൻ പ്രതീക്ഷയും പ്രഭാതവും പ്രദോഷവും നീ.
അച്ചൻകോവിൽ നിന്ന് ശബരിമല എല്ലാ ദൂരവും കൃത്യമാണ്, അകലം കൃത്യമായിട്ട് പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വായുമണ്ഡലത്തിൽ പരസ്പരം ബന്ധമുള്ളൊരു ക്ഷേത്രഭൂമിയായി ഈ 5 ക്ഷേത്രങ്ങളെ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വൃശ്ചിക മാസത്തിന്റെ ദർശന പുണ്യം തേടി വളരെ ചെറിയ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എങ്കിലും പ്രധാന ക്ഷേത്രമായതുകൊണ്ട് ഐതിഹ്യപരമായി ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഈ ക്ഷേത്രഭൂമി തേടി നാം എത്തിയത്. അതുമാത്രമല്ല, കേരളത്തിൽ ക്ഷേത്രങ്ങളെ ഇല്ലായിരുന്നൊരു കാലത്ത് പിന്നീട് ഏറ്റവും പഴക്കം ചെന്ന കാവുകളിലേക്ക് ക്ഷേത്രം ഉണ്ടായി വന്നപ്പോഴും ചെറിയ ചെറിയ ശ്രീകോവിലുകളാണ് ആദ്യം ഉണ്ടായി വന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ പഴയ കാഴ്ചകൾ നാം കാണുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാനാകും. അഞ്ചും നിറഞ്ഞൊരൻപുള്ള ദേവൻ അഞ്ചുമൂർത്തിയാമയ്യൻ, അഞ്ചാകും ഇന്ദ്രിയങ്ങൾക്കു മുന്നിൽ അഞ്ചുന്ന ശ്രേണിയേറാ, പടവുകളിൽ ഉടയും പാപം അഷ്ടരാഗവും മകലണമേ, സത്വരജസ്തമ സോപാനങ്ങളിൽ ഉണ്മയായി നീ പുലരണമേ. പരശുരാമ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രഭൂമിയിലെ ചൈതന്യം കിഴക്കോട്ട് ദർശനമായി സ്വയംഭൂശിലയിലാണ് നിലകൊള്ളുന്നത്. സ്വയംഭൂശിലയാണ് എങ്കിലും ഇവിടെ പ്രഭ സത്യക സമേതനായാണ് ഭഗവാൻ നിലകൊള്ളുന്നതെന്നും പൂർണ്ണ പുഷ്കല സമേതനായി നിലകൊള്ളുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. സങ്കല്പമാണ് ഇവിടെയുള്ളത്. എന്നാൽ നമുക്ക് നേരിട്ടെത്തിയാൽ കാണുവാനാകുന്നത് കളഭം ചാർത്തി നിൽക്കുന്ന സ്വയംഭൂശില തന്നെയാണ്. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യ പാദുകം ഹരിവിവർദ്ധനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. ഇനി ക്ഷേത്രത്തിന്റെ പഴക്കത്തെക്കുറിച്ച് പറയാം. ദൈവപ്രശ്ന വിധി പ്രകാരം 700 വർഷത്തെ പഴക്കമാണ് ക്ഷേത്രത്തിന് കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ കാഴ്ചകൾ കാണുമ്പോൾ, അതായത് ഗർഭശ്രീ കോവിൽ മാത്രമാണ് വളരെ പഴയത് അങ്ങനെ തന്നെ പിന്തുടർന്ന് പോന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം പുതുകാലത്തിന്റെ കാഴ്ചയാണ്. ഈ ഗർഭശ്രീ കോവിൽ എന്ന് പരിശോധിച്ചാൽ നമുക്ക് ആ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടും. പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട് 8ാം നൂറ്റാണ്ടിലാണ് ബുദ്ധമത സങ്കേതങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതലായി ഉണ്ടായത്. അവരുടെ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നതും ആ നൂറ്റാണ്ടിലാണ്. അത് കഴിഞ്ഞ് ഒരു 9ാം നൂറ്റാണ്ട് മധ്യത്തിലോടു കൂടിയാണ് ബുദ്ധമതം ഇല്ലാതെയാവുകയും വീണ്ടും അതേ ഭൂമിയിലേക്ക് ഹിന്ദുമതം തിരിച്ചു വരികയും ചെയ്തത്. അപ്പോൾ പലപ്പോഴും പല ബുദ്ധമത ക്ഷേത്രങ്ങൾ ഹിന്ദുമത ക്ഷേത്രങ്ങളായി മാറുകയും ചെയ്തു. ബുദ്ധമത ക്ഷേത്രങ്ങൾക്ക് പ്രഭാവം ഉണ്ടായിരുന്ന കാലത്താണ് ചെറിയ ഗജപൃഷ്ഠാകൃതിയിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ഏത് ക്ഷേത്രഭൂമിയിൽ ചെന്നാലും ഗജപൃഷ്ഠാകൃതിയിലെ ശ്രീകോവിൽ കാണുമ്പോൾ ആ ക്ഷേത്രഭൂമിക്ക് ബുദ്ധമതവുമായി എന്തോ ചില ബന്ധങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുവാനാകും. ബുദ്ധമതത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ 8ാം നൂറ്റാണ്ടിൽ അങ്ങനെ പണിത ശ്രീകോവിൽ ഏറ്റവും പൂർണ്ണതയോടുകൂടി ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലിന്റെ ഏറ്റവും പൂർണ്ണതയാണ് ഇവിടെ നമുക്ക് ഏറ്റവും ചെറുതായി കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് 700 വർഷമല്ല, അതിലും പഴക്കം, അതിലും ഏറെ പഴക്കം, ഏതാണ്ട് 1000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രഭൂമിയിൽ തന്നെയാണ് നാം നിൽക്കുന്നതെന്ന് ഉറപ്പിക്കാം. മണ്ഡലകാലത്തിന്റെ തയ്യാറെടുപ്പിലിരിക്കുന്ന ക്ഷേത്രഭൂമി. ഇവിടെ ധാരാളം സംവിധാനങ്ങൾ, ശബരിമല യാത്രയ്ക്ക് പോകുന്നവർക്ക് വേണ്ടി ധാരാളം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും മണ്ഡലകാലത്ത് വ്രതമെടുത്ത് ശബരിമലയിലേക്ക് പോകുന്ന എല്ലാ അയ്യപ്പന്മാർക്ക് വേണ്ടിയും ഇവിടെ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. യാത്രാ മധ്യേ ഇവിടെ എത്തി വിശ്രമിച്ചു പോകുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ മണ്ഡലകാലത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഈ ക്ഷേത്രഭൂമി വൃശ്ചിക മാസത്തിലെയും ധനുമാസത്തിലെയും എല്ലാ ദിവസങ്ങളിലും കഞ്ഞി സദ്യ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തരെത്തുന്നു ഈ ക്ഷേത്രഭൂമി. ഇനി ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും വലിയ ഉത്സവം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ കമ്പക്കെട്ട്, അതായത് പൈങ്കുനി ഉത്രത്തോട് അനുബന്ധിച്ചാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ആ സമയത്ത് ഏതാണ്ട് 13 കിലോമീറ്റർ ചുറ്റളവിൽ വൈദ്യുത ദീപാലങ്കാരവും അതുപോലെ തന്നെ ഏറെ ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഘോഷയാത്രയും പിന്നെ ഒരു രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്ന കമ്പക്കെട്ടുമൊക്കെ ഇവിടുത്തെ ഉത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ സമയത്ത് ഇവിടേക്ക്, ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തുക. അങ്ങനെ ഉത്സവങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രഭൂമി കൂടിയാണ് നാം ഈ നിൽക്കുന്നത്. പച്ചയിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രധാന ശ്രീകോവിലിൽ ധർമ്മശാസ്താവിന്റെ സാന്നിധ്യവും ഒപ്പം പ്രഭ സത്യക സങ്കല്പവുമുണ്ട് എങ്കിൽ പുറത്ത് ഇറങ്ങിയാൽ നാലമ്പലത്തിന് പുറത്തായാണ് ഉപദേവതാമൂർത്തി സാന്നിധ്യം മുഴുവനും ഒത്തുചേരുന്നത്. അതിൽ തന്നെ നമുക്ക് ഗണേശ സാന്നിധ്യം കാണുവാനാകും. ഗണേശ സാന്നിധ്യം ചെറു ശ്രീകോവിലാണ് സങ്കല്പമുള്ളത്. അതിനരികിലായി ഒരു പീഠത്തിലായി പൂതത്താൻ സങ്കല്പവുമുണ്ട്. ക്ഷേത്രത്തെ വലം വെച്ച് വന്ന് പിന്നീട് നാം
ക്ഷേത്രത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഗണപതി സാന്നിധ്യത്തിന് മുന്നിലെത്തുന്നത്. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ക്ഷേത്രഭൂമി. അവിടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ്, കന്നിമൂല ഭാഗത്താണ് ഗണപതി സാന്നിധ്യമുള്ളത്. അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് സഞ്ചരിച്ചാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി നാഗചൈതന്യമുണ്ട്. ഒരു പഴയ കാലത്തിന്റെ സൂചനകളുമായി, അതായത് പഴയ കാലത്തെ ക്ഷേത്രത്തിന്, രാജാക്കന്മാരുടെ കാലത്തൊക്കെ ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചില കൽപ്പാത്തികളും കരിങ്കൽ നിർമ്മാണ രീതികളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ചരിത്രം, വ്യക്തമായൊരു ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം അസാധ്യമാകുന്ന രീതിയിലാണ് ക്ഷേത്രഭൂമി ഇപ്പോൾ ഉള്ളത്. കാരണം ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്ന ഏറെ കാലം കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ ഒരു ചൈതന്യം ഉണ്ടായിരുന്നത് ഇവിടുത്തെ ക്ഷേത്രകുളത്തിൽ നിന്നാണ് ലഭിച്ചത് എന്നൊരു ഐതിഹ്യവും പറയുന്നുണ്ട്. ചൈതന്യമുള്ള ശില പിന്നീട് കണ്ടെത്തുകയായിരുന്നു എന്ന്. അങ്ങനെ ആ ക്ഷേത്രക്കുളവും പരിപാവനമായി കരുതുന്നു. അതുമാത്രമല്ല, ഇന്ന് ഗ്രാമത്തിലെ എല്ലാവർക്കും ഒത്തുചേർന്നുള്ള ഒരു നീന്തൽ കുളവും അവിടെ സാധ്യമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നാം ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നാഗചൈതന്യമുള്ളത്. നാഗചൈതന്യത്തിന് മുന്നിലെത്തി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുമ്പോൾ ക്ഷേത്രഭൂമിയിൽ നാം പ്രത്യക്ഷത്തിലുള്ള ഈശ്വരമൂർത്തികൾ, വിഗ്രഹരൂപത്തിലുള്ള ഈശ്വരമൂർത്തികൾക്ക് മുന്നിലെല്ലാം പ്രാർത്ഥിച്ചു കഴിയുന്നു. പക്ഷേ എന്നാൽ പ്രത്യക്ഷത്തിലല്ലാത്ത ധാരാളം ഈശ്വരമൂർത്തികൾ ഇവിടെ ഉണ്ടാകാം എന്നതിന്റെ സൂചനമായി ഉയർന്നു നിൽക്കുന്ന ധാരാളം മരങ്ങൾ, വർഷക്കണക്കിന്, നൂറ്റാണ്ട് കണക്കിന് പഴക്കമുള്ള ധാരാളം മരങ്ങൾ, ആ മരങ്ങളിലൊക്കെ വന്നിറങ്ങുന്ന പേരറിയുന്നതും അറിയാത്തതുമായ ധാരാളം പക്ഷികൾ, കാടിന്റെ ശബ്ദം, അതെല്ലാം ഒത്തുചേരുമ്പോൾ, പ്രകൃതിയുടെ താളം ഒത്തുചേരുമ്പോൾ ആ ചൈതന്യം കൂടി ഇവിടെ വന്ന് നിറയുകയാണ്. പച്ചയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ പ്രകൃതിയുടെ സാന്നിധ്യമാണ്. പൂർണ്ണ പുഷ്കല സമേതനായ ധർമ്മശാസ്താവ് സാന്നിധ്യമരുളുന്ന പച്ചയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ പൂർത്തിയാകും. പക്ഷേ ഈ കാഴ്ചകളിൽ നിന്ന് വിടവാങ്ങുമ്പോൾ മനസ്സിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ, ഐതിഹ്യം, അറിവ്, ജ്ഞാനം ഇതൊക്കെയും അവിടെ തന്നെ എന്നെന്നും ഉണ്ടാകട്ടെ. അത് നമ്മുടെ ഭക്തിക്ക് ദീപം തെളിയിക്കുന്ന അവസ്ഥ കൊണ്ടുവരട്ടെ. കാരണം 4 വേദം പഠിച്ചാലും, നാമഘോഷം തുടർന്നാലും, ആല് വെച്ചു വളർന്നാലും, കുളം വെട്ടി കുഴിച്ചാലും ഭക്തിയില്ലാത്തവനുണ്ടോ മോക്ഷമാർഗം ലഭിക്കുന്നു? നമുക്ക് മോക്ഷമാർഗം ലഭിക്കുവാൻ ഭക്തിയെ അറിയണം. ഭക്തിയെ അറിയുന്ന ഓരോരുത്തരുടെ മനസ്സിൽ പ്രസാദമായി ഈശ്വരഭാവമുണ്ട്. എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.